+1 +2 മക്കൾക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ മോഡൽ എക്സാം ടൈം ടേബിൾ ദാ ഇപ്പോൾ ഒഫീഷ്യലി പബ്ലിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം ടൈം ടേബിൾ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും പുതുമയായിട്ടും യൂണീക്ക് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് +1നും +2നും സെയിം എക്സാംസ്, അതായത് സെയിം സബ്ജക്റ്റ് സെയിം ദിവസങ്ങളിലാണ് നടക്കുന്നത്, അഥവാ സെയിം ആയിട്ടുള്ള ടൈം ടേബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആകെ വ്യത്യാസം എന്താണ്? രാവിലെ ഉച്ചയ്ക്ക്, അതായത് എക്സാമിന്റെ ടൈമിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസമുള്ളൂ. +1കാർക്ക് ആഫ്റ്റർനൂൺ എക്സാം വരുന്നത്, അതേപോലെ തന്നെ +2കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് എക്സാം വരുന്നതെന്ന് പറയുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്കൊന്ന് നോക്കി നോക്കാം. +1 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാം ആക്ച്വലി സയൻസുകാർക്ക് വരുന്നത് ട്യൂസ്ഡേ 17-ാം തീയതി ഇംഗ്ലീഷ് ആണ്. അതിനുശേഷം ഒറ്റ വീക്കിലാണ് കേട്ടോ നടക്കുന്നത്. മൺഡേ സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ മോഡൽ എക്സാം തീരും. ഇങ്ങനെ ഒറ്റ വീക്കിൽ കഴിയുന്ന രീതിയിലാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ഇനി വെനസ്ഡേ നോക്കുകയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രി ആണ് എക്സാം ഉള്ളത്. അതേപോലെ തന്നെ തേഴ്സ്ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക കേട്ടോ, ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. അതേപോലെ തന്നെ വെനസ്ഡേ അഥവാ 18-ാം തീയതി കെമിസ്ട്രി ആണ് എക്സാം വരുന്നത്. ഇനി 19-ാം തീയതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ തന്നെയാണ് മാത്തമാറ്റിക്സ് ആണ് എക്സാം വരുന്നത്. ദെൻ 20-ാം തീയതി ഫ്രൈഡേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫിസിക്സിന്റെ എക്സാം ആണ് വരുന്നത്. ആൻഡ് സാറ്റർഡേ നമ്മുടെ ലാസ്റ്റ് എക്സാം വരുന്നത് ബയോളജി ആണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് രാവിലെയാണ് എക്സാം എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് രാവിലെ ഉള്ളൂ, ബാക്കി എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കാം. ഇനി +2ലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്, പക്ഷെ അത് രാവിലെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ 17-ാം തീയതി തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് വരുന്നത്, രാവിലെയാണ്. ഇനി 18-ാം തീയതി വരുന്നത് കെമിസ്ട്രി ആണ്, രാവിലെയാണ് എക്സാം വരുന്നത്. 19-ാം തീയതി മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ് വരുന്നത് കേട്ടോ. ആഫ്റ്റർനൂൺ ആണ് വരുന്നത്. മാത്തമാറ്റിക്സ് ഉച്ചയ്ക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ നമ്മളുടെ 20-ാം തീയതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആണ്, അത് ആഫ്റ്റർനൂൺ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ എക്സാംസ് ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഇനി സാറ്റർഡേ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് രാവിലെയാണ്, അതേപോലെ തന്നെ ബയോളജി ആഫ്റ്റർനൂൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി +2നും +1നും ചില എക്സാമുകൾ, അതായത് നമ്മളുടെ ഫിസിക്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും ഒരേ സമയങ്ങളിൽ എക്സാം +2നും +1നും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു, ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. നമുക്ക് എഴുതാനുള്ള എല്ലാ എക്സാംസിന്റെയും ടൈം ടേബിൾ ഇതാ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുക. സോ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ക്രാഷ് ബാച്ചുകളുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാംസിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട്, ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം, റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ +1ന്റെ ക്രാഷ് ബാച്ചിന്റെ പേരാണ് ധീര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ +2ന്റെ ക്രാഷ് ബാച്ചിന്റെ പേരാണ് ഉജ്വൽ ബാച്ച് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ക്രാഷ് ബാച്ചുകളിലേക്കും ജോയിൻ ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വർക്ക്ഷീറ്റ്, അതേപോലെ തന്നെ സെലക്ടഡ് NCERT ക്വസ്റ്റ്യൻസ്, ചാലഞ്ചർ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, മോഡൽ എക്സാംസ്, ഇതെല്ലാം നമ്മളുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ബുക്സ്, അതായത് കുറേ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. താങ്ക്